കേരളീയർക്ക് ഏറ്റവും ഇഷ്ട വിഭവമായ അവിയലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഏത്തയ്ക്ക 200 ഗ്രാമിൻ്റെ ഒരെണ്ണം, ചേന ഒരു 150 ഗ്രാം, 2 മുരിങ്ങയ്ക്ക, ഇതെല്ലാം ഒരേപോലെ സ്ലൈസ് ചെയ്ത് വയ്ക്കുക. കുമ്പളങ്ങ 150 ഗ്രാം, വെള്ളരിക്ക 100 ഗ്രാം, അച്ചിങ്ങ ഒരു 5-6 എണ്ണം ഒടിച്ചത്, പടവലങ്ങ 100 ഗ്രാം, ഉരുളക്കിഴങ്ങ് ചെറിയ 2 എണ്ണം, ചേമ്പ് ഒരു 100 ഗ്രാം, പച്ചമുളക് 6-7 എണ്ണം, 2 തണ്ട് കരിവേപ്പില, സവാള ഒരു വലുത് നീളത്തിലരിഞ്ഞത്, തക്കാളി ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, നല്ല പുളിയുള്ള മാങ്ങ ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്. അവിയലിന് അരച്ച് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു തേങ്ങയുടെ പകുതി ചുരണ്ടിയത്, ഒരു ടീസ്പൂൺ ജീരകം, ഒരു 4 ചെറിയ വെളുത്തുള്ളി അല്ലി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ചുവന്നുള്ളി. ഇത്രയും കാര്യങ്ങൾ പതുക്കെ ചതച്ചെടുക്കുക. ആദ്യമായി മാങ്ങയും തക്കാളിയും ഒഴികെ ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യാനുള്ള വെസലിലേക്ക് ഇട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് വയ്ക്കുക. പാകത്തിന് ഉപ്പും ഇട്ട് 2 കപ്പ് വെള്ളവും ഒഴിച്ച് അല്പം മഞ്ഞൾ പൊടിയും ചേർത്ത് നമുക്ക് ഇത് സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് ഒരു 10 മിനിറ്റ് നേരം അടച്ച് വേവിക്കുക. 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മാങ്ങയും തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചതും ഇതിലേക്കിടാം. കാരണം എന്ന് വെച്ചാൽ ഇത് നേരത്തെ ഇട്ടാൽ മറ്റ് സാധനങ്ങൾ വേകാൻ വൈകും, അതുകൊണ്ടാണ് ഇത് പുറകെ ഇടുന്നത്. ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിടണം. ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി അടച്ചിട്ട് വേവിക്കുക. വെന്ത് പാകമായിരിക്കുന്ന അവിയൽ കൂട്ടിലേക്ക് നമുക്ക് അരച്ചെടുത്ത തേങ്ങ അതിലേക്ക് ചേർക്കാം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമ്മൾ അരച്ച് ചേർത്തു. അതിൻ്റെ പിന്നാലെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും മൂടി അടച്ച് 1 മിനിറ്റ് ഇരിക്കട്ടെ. അരപ്പിട്ടതിൻ്റെ പിന്നാലെ ഒന്ന് ഇളക്കി ഇടുക. ഏതാണ്ട് അവിയൽ പാകമായിട്ടുണ്ട്. നമ്മൾ മാങ്ങയാണ് ഇട്ടത്. മാങ്ങയ്ക്ക് പകരം ഈ സമയത്ത് തൈര് ഒഴിച്ച് വാങ്ങി വെക്കാവുന്നതാണ്. സ്റ്റൗ ഓഫാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.